ഹായ് ഡിയേഴ്സ്. ഇപ്പം നമുക്ക് നീറ്റ് ആൻഡ് ജെഇ മെയിൻ 2021 ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു NTA ഡയറക്ടറായ ഡോക്ടർ വിനീത് ജോഷി ജെഇ മെയിൻ എക്സാമിനേഷൻ ജനുവരിയിൽ നിന്നും ഫെബ്രുവരിയിലേക്കായിരിക്കും ഉണ്ടാവുക എന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി ആയിരുന്നു സാധാരണ നടക്കേണ്ടത്, അത് ഫെബ്രുവരിയിൽ നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ ഒരു അനൗൺസ്മെന്റ് നിങ്ങൾ കേട്ടു കാണും. അതായത് എല്ലാം 1 month ഡിലേ ആകുന്നു എന്നാണ് ഡോക്ടർ വിനീത് ജോഷിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. അതായത് എഡ്യൂക്കേഷൻ മിനിസ്ട്രി NTA പറഞ്ഞിട്ടുണ്ട് ടു മേക്ക് ന്യൂ സിലബസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെ നമ്മൾ അതേപോലത്തെ സിലബസ് ആകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ജെഇ മെയിന്റെയും നീറ്റ് 2021 സിലബസുകളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഒഫീഷ്യലായിട്ട് ഉണ്ടായിട്ടുണ്ട്. The Education Minister today took important decision regarding the conduct JEE Main, NEET and other entrance exam that will be conducted by National Testing Agency. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ജെഇ മെയിൻ ആയാലും നീറ്റ് എക്സാമിനേഷൻ ആയാലും ഒക്കെ തന്നെ എക്സാം നടത്തുന്ന ഏജൻസി NTA ആണ്, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. The Educational Minister Ramesh Pokhriyal Nishank has directed the National Testing Agency to draw fresh syllabus for competitive and entrance exams. അപ്പോൾ നമ്മുടെ സിലബസിൽ ഒരു മാറ്റം വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ NTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിസ് എക്സാം വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ജെഇ മെയിൻ 2021 ഫോർ അഡ്മിഷൻ ടു എഞ്ചിനീയറിംഗ് ആൻഡ് നെറ്റ് 2021 ഫോർ മെഡിസിൻസ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡിഫറെന്റ് സ്റ്റേറ്റ്സുമായിട്ടും എല്ലാ സ്റ്റേറ്റുമായിട്ടും അതുപോലെ തന്നെ സെൻട്രൽ സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് CBSE ബോർഡുമായിട്ടും എല്ലാം തന്നെ ഡിസ്കഷൻ നടത്തിയിട്ടാണ് സിലബസിൽ ഫൈനൽ ഡിസിഷൻ ഉണ്ടാകുന്നത്. The minister will also launch a campaign to seek views from stakeholders. Stakeholders എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് അസോസിയേഷൻ ആണ്, CBSE ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ വേരിയസ് സ്റ്റേറ്റ്സ് ബോർഡും കൂടി എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ച് ആയിരിക്കും ഉണ്ടാവുക. ഹൗ ക്യാൻ ബി കണ്ടക്ട് ബോർഡ് എക്സാം നെക്സ്റ്റ് ഇയർ, എല്ലാവരോടും ഒരു ഡിസിഷൻ ആണ്, എല്ലാവരുടെയുമായിട്ടൊരു കൂട്ടായ ഡിസിഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് പാരന്റ്സ് അസോസിയേഷൻ, CBSE ബോർഡ്, വേരിയസ് സ്റ്റേറ്റ്സ് ബോർഡുകളുമായിട്ടുള്ള ഒരു കൂട്ടായ തീരുമാനത്തിലൂടെയാണ് സിലബസ് റെഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റാവുന്ന ഒരു കാര്യം, CBSEയുടെ 10ാം ക്ലാസ്സിന്റെയും 12ാം ക്ലാസ്സിന്റെയും സിലബസ് 30% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജെഇ മെയിൻ 2021 നീറ്റ് 2021 സിലബസ് റിഡക്ഷൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് എല്ലാ വിദ്യാർത്ഥികളും കാത്തിരിക്കുന്നത്. ഇപ്പൊ ജെഇ മെയിൻ അതായത് ദ ജോയിന്റ് എൻട്രൻസ് എക്സാം മെയിൻ എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് അക്രോസ് ദ കൺട്രിയിൽ നടത്തുന്ന എക്സാമിനേഷൻ ആണ് ജെഇ മെയിൻ എക്സാമിനേഷൻ. ഇത് സാധാരണ ജനുവരി മാസമാണ് നടക്കേണ്ടത്. അത് 1 month ഡിലേ ആവുമെന്നുള്ള ഒരു പ്രസ്താവന ഒഫീഷ്യലായിട്ട് നമ്മൾ കേട്ടതാണ്. NTA ഡയറക്ടറായ ഡോക്ടർ വിനീത് ജോഷി ഒഫീഷ്യലായിട്ട് ന്യൂസ് ചാനലിന് കൊടുത്ത ഒരു ഒഫീഷ്യൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദ ജോയിന്റ് എൻട്രൻസ് എക്സാമിന്റെ ഡേറ്റുകൾ ഫെബ്രുവരിയിലേക്കാകും. ഇനി അതിന്റെ ബാക്കിയുള്ള ഒഫീഷ്യൽ ഡീറ്റെയിൽസുകളൊക്കെ തന്നെ വരുന്നതായിരിക്കും. ഇപ്പൊ ഇനി വരാനിരിക്കുന്ന ജെഇ മെയിനും നീറ്റ് എക്സാം ആയാലും എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മുടെ ചാനലിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ 2021 കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ്സ് ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വർഷം എഴുതാനിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുണ്ടാവും. അതുപോലെ തന്നെ തിരിച്ചും നിങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ടാവണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.